கார்த்திகைக்கு நம்ம பண்ணக்கூடிய நைவேத்தியங்களாக்கும் அடை, ഉണ്ണിയപ്പം, കൂടെ നെൽപ്പൊരി. നെൽപ്പൊരി ഉരുണ്ടയായിട്ടും പിടിக்கலாம். அதோட லிங்க் நான் ஷேர் பண்ணுறேன். இன்றைக்கி உதிராயிட்டாக்கும் பண்ணி காணிக்கிறேன். ആദ്യം ഉണ്ണിയപ്പം പണ്ണറത്തേക്ക് പച്ചരിശിയും ചമ്പാ പച്ചരിശിയുമൊക്കെ എടുത്തിരിക്കேன். ചമ്പാ പച്ചരിശി കിടക്കില്ലേன்னா 2 ഗ്ലാസ് പച്ചരിശി എടുത്താൽ പോരും. ഇത് கொஞ்சம் കൂടെ ടേസ്റ്റിயாக ഇരിക്കും. ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ നന്നായി ഉമിഴ്ത്തി. ഇപ്പം 2 ഗ്ലാസ് അരിശിക്ക് 2.5 ഗ്ലാസ് വെള്ളമാക്കും എടുത്തിരിക്കேன். 1/2 ഗ്ലാസ് தண்ணி விட்டு கொஞ்சம் கட்டியாக பாகு തയ്യാർ பண்ணி வைக்கலாம். എന്നിട്ട് അത് തണുപ്പിക്കവും വെക്കണം. അരിശിയെ നന്നായി അലമ്പി ഇതുപോലെ അരിപ്പയില വാര വെച്ചിട്ട് ഉരുക്കിന വെള്ളത്തെ വിട്ട് വേണം അരച്ചെടുக்கிறதுக்கு. അരിശിയെ അരിപ്പയില ഇതുപോലെ വാല വെച്ചിട്ട് നന്നായി വെള്ളം കളഞ്ഞിട്ട് വേണം അരக்கிறதுக்கு. അപ്പോൾ തന്നെ എന്താ വെള്ളം കറക്റ്റാக നമുക്ക് യൂസ് பண்ணுறதுக்கு முடியும். അരിശിയിലെ വെള്ളം ഇരുന്ന് വെള്ളം കുറച്ച് വിടുമ്പം ബാക്കി വെള്ളം വരും. ഇതുപോലെ നല്ല നൈസാக അരച്ചെടുക്കരുത്. ഒരു ചിന്ന തരിതരിപ്പ് ഇരിക്കും. കാരണം നമ്മൾ വെള്ളം വിട്ടാക്കും അരയ്ക്കണം. എന്നാലും എത്രത്തോളം മഷിயாக അരയ്ക്കാൻ പറ്റുമോ അത്രയും നന്നായി അരച്ചെടുക്കരുത്. ഇപ്പം അടുത്ത ബാച്ചിൽ ഇതുപോലെ വെള്ളത്തെ വിട്ട് വേണം അരയ്க்கிறதுக்கு. കൂടെ ഏലക്ക പൊടി ഇല്ലാട്ടന്നെ ഇതുപോലെ ഏലക്ക പോട്ട് നന്നായി അരച്ചെടുത്തിട്ടാൽ പോരും. ഇനി ലാസ്റ്റ് ബാച്ച് കൊഞ്ചமாக ഇരുന്നത് കൊണ്ട് അതിൽ 1 ഗ്ലാസ് ഗോതമ്പും പൊടിയാക്കും എടുത്തിരിക്കேன். അതിലേയും വെള്ളം വിട്ട് നന്നായി അരച്ചെടുക്കരുത്. ഇത് കട്ട മിക്സിയിലായതുകൊണ്ട് ബ്ലേഡ് സ്റ്റക്കാവാതെ ഇരിக்கிறதுக்கு ആദ്യം സ്പൂണ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ഗോതമ്പ് കട്ടയില്ലാതെ നന്നായി ഇതുപോലെ മിക്സായി കിടക്കും. അത് നന്നായി ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ച് எல்லாமா നന്നായി മിക്സ് பண்ணி എടുക്കണം. തേവയ്ക്കേത്ത വെള്ളം കൂടെ വിട്ട് ഇപ്പം മിക്സി അലമ്പിന വെള്ളമൊക്കെ എടുത്തിരിക്കேன். എത്ര വേണമോ ദോശമാവോടെ പദത്തേക്ക് നല്ല ഒഴുകപ്പെട്ട പരുവത്തിൽ മാവ് കലക്കിയെടുത്ത് വെക്കണം. ഇതുപോലെ നന്നായി ഒഴുകിയ പരുവത്തിലായിരിക്കണം മാവ് ഇരിக்கிறதுக்கு. കാരണം നമ്മളത് ഊറ വയ്ക്കുമ്പം പിന്നെയും അത് കട്ടിയാവും. ഒരു 8 മണിക്കൂർ മാറ്റി വെക്കണം. അതിൽ വറുത്ത എള്ളും നീല വറുത്ത തേങ്ങയും പോട്ട്. ഇപ്പം തേങ്ങ വറുത്തെടുക്കുമ്പം അതിലെ എള്ളപ്പോട്ട് മൂപ്പിച്ചും എടുക്കലാം. ഒരു നുള്ളു ഉപ്പ് പോട്ടിരിക്കேன். அந்த மதுரம் ഒന്ന് ബാലൻസ് ചെയ്ത് കിടக்கிறதுக்கு നന്നായി മിക്സ് பண்ணிட்டு இப்போ கொஞ்சம் மாவு கட்டியாக இருக்குதுன்னு തോന്നിത്താன்னா கொஞ்சம் கூட தண்ணி விட்டு அதை லூஸாக்கி எடுக்கிறது. இந்த ഉണ്ണിയപ്പത്തിൽ പഴം ആഡ് பண்ணிയിട്ടില്ലേ. അതുകൊണ്ട് கொஞ்சம் നാളും കൂടെ ഇത് ചപ്പട്ടയാവാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കണം. ആദ്യം ഉണ്ണിയപ്പക്കാരയിൽ നെയ്യ് கொஞ்சம் ഉരുക്കിയിട്ട് தேங்காய் எண்ணெய் அந்த கரெக்ட் அந்த குழி ஃபில்லி இடத்துக்கு விட்டால் போരും. தேங்காய் எண்ணெய் அல்ல உங்களுக்கு பிடிச்ச எண்ணெயாக்கும் எடுக்கிறதுന്നുണ്ടെങ്കിൽ அந்த எண்ணெயை விட்டுவோங்க. എന്നിട്ട് എണ്ണ നന്നായി ചൂടാനൊക്കെ പിറകു മാവ് ഓരോരോ കുഴിയിൽ ഇതുപോലെ ഫിൽ பண்ணி എടുക്കണം. നമ്മൾ ഫില്ല് பண்ணுമ്പോൾ തന്നെ അപ്പം ഇതുപോലെ പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ അത് തിരുപ്പി പോട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും പോട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുന്നത്. മാവ് വിട്ട് കഴിഞ്ഞിട്ട് തീ കൊഞ്ചം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ കറക്റ്റ് കളറും കിടക്കും, ഉള്ളു നന്നായി വെന്തും കിടക്കും. മാവ് വിടുമ്പം എണ്ണയ്ക്ക് നല്ല ചൂടായിരിക്കണം. അത് കഴിഞ്ഞ് ഒന്ന് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ണിയപ്പം കറക്റ്റാக റെഡിയാക്കി എടുക്കില്ല. ഇതുപോലെ ഓരോന്നാ കുത്തിയെടുക്കില്ല. ഇല്ലാട്ട് തന്നെ ഒരു പെരിയ കമ്പി വെച്ച് ഇതുപോലെ മൊത്തமாக കുത്തിയെടുത്ത് നമുക്ക് ഉണ്ണിയപ്പത്തെ ഒരു ബാച്ചായിട്ട് എടുക്കില്ല. ഇപ്പം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഉണ്ണിയപ്പം. ഇതുപോലെ എല്ലാ ഉണ്ണിയപ്പവും നമുക്ക് തയ്യാർ பண்ணி എടുക്കില്ല. ഇപ്പോൾ പഴം ചേർക്കണമെന്ന് പഴം ചേർക്കല. പഴം ചേർത്ത റെസിപ്പി இதுக்கு முன்னாலேயும் அப்லோடு பண்ணியிருக்கேன். இது பழம் ஆட் பண்ணாதக்காக்கும் இந்த ரெசிபி பண்ணி எடுத்திருக்கேன். ரொம்ப டேஸ்டியான இந்த உண்ணியப்பம் எல்லாரும் ட்ரை பண்ணி பார்க்கலாம்.
നല്ല സോഫ്റ്റാக இருக்கவும் செய்யும். உள்ள நல்ல ஏரியாக இருக்கும். அதை முறித்து காணிக்கிறேன் அது எப்படி இருக்குன்னு. நம்ம பழம் ஆட் பண்ணாதக்கு பண்ணினாலும் நல்ல சாஃப்டாக இருக்கும். உள்ளேயும் அதோட டெக்ஸ்டர் കാണുമ്പോൾ കറക്റ്റാக தெரியும். இந்த രീതിയിലും നമുക്ക് ഉണ്ണിയപ്പം പണിയെടുக்கலாம். ഇനി അടുത്തത് നെൽപ്പൊരി വെച്ച്, നെൽപ്പൊരി ഉരുണ്ടയായിട്ടും പണലാം ഉതിരുതിരായിട്ടും പണലാം. നെൽപ്പൊരി ഉരുണ്ട ഞാൻ നേരത്തെ പണിയിരിക്കാൻ ആദ്യം നെൽപ്പൊരിയിലേന്ത് നെല്ല് നന്നാ മാറ്റിയെടുത്ത് കളയണം. നിറയെ നെല്ല് കാണും നെൽപ്പൊരിയിൽ. എന്നിട്ട് വെറും വാനിലയില പോട്ട് ഇതുപോലെ നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ചൂടാക്കി ഇടുമ്പോൾ. ഇപ്പം 4 ഗ്ലാസ് നെൽപ്പൊരിക്ക് 3 ഗ്ലാസ് വെള്ളം എടുക്കല. ഇതിപ്പോൾ 2.5 ഗ്ലാസ്സാക്കും എടുത്തിരിക്കെ ഉരുണ്ട പണ്ണറത്തേക്ക് 3 ഗ്ലാസ് വരെ വെള്ളം എടുക്കല. ഇത് ഉതിരുതിര എടുക്കുന്നത് കൊണ്ട് 2.5 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കെ ഒരു ചീനച്ചട്ടിയിൽ നന്നാ ഉരുക്കി ഇതുപോലെ അരിച്ച് വിട്ടിട്ട് നമുക്കതോടെ പാക് പണി എടുക്കല. ആദ്യത്തെ പാകം അത് കൂടി വറതില്ലേ, ഓരോരോ സ്റ്റേജാണ് കാണിച്ച് തരാൻ. ഇനി കൊഞ്ചം വെള്ളപ്പാക് ഒരു പാത്രം ജലത്തിൽ ഇതുപോലെ വിട്ടെടുത്ത് നമ്മളെടുത്ത് പാക്കുമ്പോൾ അത് ചേർന്ന് വറത്, പക്ഷേ കറക്റ്റ് ഷേപ്പ് അതൊക്കെ കിടக்கிறതില്ലേ, കയ്യിലെടുക്കാൻ മുടിയറത് ഇവിടുത്താൻ. ഇനി ഒന്നും കൂടെ തിളപ്പിച്ച് വരുമ്പോൾ കയ്യിൽ നന്നാ ഉരുട്ട മുടിയും. അതുപോലെ ഓരോരോ സ്റ്റേജ് കറക്റ്റായി ഇരിക്കണം. എന്നാൽ നമുക്കത് കറക്റ്റായി പണിയെടുக்கிறதுக்கு മുടിയും. ഇതിപ്പോൾ കയ്യിലെടുക്കാൻ മുടിയരുത്, ഉരുട്ട മുടിയരുത്. ബട്ട് എന്നാലും അതോടെ ഷേപ്പ് കറക്റ്റാக ഹോൾഡ് പണ്ണറതില്ലേ, നല്ല ബോൾ ഷേപ്പിൽ കടയ്ക്കറതില്ലേ. இந்த கரெக்ட் பால் ஷேப்பில் கிடைக்குമ്പോൾ அந்த ஸ்டேஜில் வேணும். இந்த ஸ்டேஜில் ഇപ്പം ബോളാக ഇരിക്കുകയും ചെയ്യരുത്, തക്കാളി പരുവം സോഫ്റ്റാக ഇരിക്കുകയും ചെയ്യരുത്. இந்த പരുവത്തിൽ വേണം നെൽപ്പൊരി ഉരുണ്ട പണ്ടുറേന പൊരിയെ പോട്ട് ഉരുണ്ട പിടിച്ച് എടുக்கிறதுக்கு. ഇനി ഉതിരുതിര വേണം എന്നുണ്ടെന്ന് പാക് നല്ല കല്ല് പരുവം ചൊല്ലുക. ഇതുപോലെ നല്ല കല്ല് പരുവത്തിൽ കടയ്ക്കണം. എടുക്കുമ്പോൾ കയ്യിൽ നന്നാ ഉരുണ്ട് നമ്മൾ എന്താ പാത്രത്തിൽ ഒന്ന് ഇതുപോലെ പോടുമ്പം കറക്റ്റ് കല്ല് ചത്തം ഇതുപോലെ കേൾക്കണം. കല്ല് പരുവത്തിലാവുമ്പം നമ്മൾ പൊരിയെ പോട്ടാന നല്ല ഉതിരുതിര നമുക്ക് കടയ്ക്കും. இந்த പരുവമാവുമ്പം അതിൽ ഏലക്കാപ്പൂ തൂളും നെയ്യിൽ വറുത്ത് വെച്ച് തേങ്ങാ കൊത്തുമാക്കും പോട്ടിരിക്കുക. പച്ച തേങ്ങായ പോട്ടാൻ എളുപ്പം ചപ്പട്ടയായി പോരും. അതുകൊണ്ട് നെയ്യിൽ നന്നാ ചുമക്ക വറുത്ത് പോട്ടാൻ കൊഞ്ചം നാൾ കേടുകൂടാതെ ഇരിക്കും. അതിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കപ്പെട്ട നെൽപ്പൊരിയെ പോട്ട് കൈവിടാതെ നന്നാ കിളറിൻ്റെ ഇരിക്കണം. എന്നാൽ അത് ഉതിരുതിര കടയ്ക്കും. ഇല്ലാട്ട് തന്നെ എന്താ പാകില നെൽപ്പൊരി അമുങ്ങിപ്പോനാൽ അത് കട്ടിയാത്താൻ വരും, ഉതിരുതിര വരാതെ. അത് കറക്റ്റാக ഉതിർന്ന് വറുത് വരെ ഇതുപോലെ കണ്ടിന്യൂസാக കൈവിടാமல் കിളറിൻ്റെ ഇരുന്നിട്ടാൽ പോരും. ഇപ്പം നല്ല ഉതിരുതിര വന്നിരിക്ക്. ഇപ്പം കറക്റ്റ് എല്ലാ ഇതിലേയും ഇതൊക്കെ നല്ല ഇനിപ്പ് ഇരിക്ക്. 2.5 ഗ്ലാസ്സിൽ പോട്ടാനാലും നല്ല ഇനിപ്പ് കിടക്കും. അല്ല കൊഞ്ചം കൂടെ ഇനിപ്പ് ജാസ്തി വേണം എന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് വരെ വെള്ളം പോടല. ഉരുണ്ട പിടിக்கிறതാൻ 3 ഗ്ലാസ് അവൾക്ക് എത്ര തേവപ്പെടുறதோ ഇനിപ്പ് അതനുസരിച്ച് കൂട്ടിത്താൻ ഉരുണ്ട പിടിക്കണം. ഉരുണ്ട പിടിக்கிறതോட ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ പണ്ണറേൻ. ഇതുപോലെ നല്ല ഉതിരുതിര നമുക്ക് കൈവിടാமல் കളരിനപ്പം പൊരി നല്ല ഉതിരുതിര കടച്ചിരിക്കുക. ആത്തിൽ ഇതുപോലെ ഉതിരുതിരായിട്ടാക്കും പണ്ണുക. ഇത് ജസ്റ്റ് എന്താ പാത്രത്തിൽ പോടുമ്പോൾ എന്താ ചത്തം കറക്റ്റാக தெரியும் എത്ര ക്രിസ്പിயாக ഇരിക്കുമെന്ന്. എന്താ പാക് നല്ല കല്ല് പരുവമായിട്ട് പോടുമ്പോൾ ഇതുപോലെ ഉതിരുതിര കടയ്ക്കുകയും ചെയ്യും, നല്ല ക്രിസ്പിயாக ഇരിക്കുകയും ചെയ്യും. അപ്പം നെൽപ്പൊരി നമ്മൾ പണ്ണി വെച്ചാൽ കൊഞ്ചം കഴിയുമ്പോൾ അതൊന്ന് തണുത്തതുപോലെ ഇരിക്കും. അവൽപ്പൊരിയിലേക്ക് നമ്മളിത് പണ്ടുറോന്നുണ്ടാകുന്ന അത് ക്രിസ്പിയായി എപ്പോഴുമേ ഇരിക്കും. അതുകൊണ്ട് അവൾക്ക് ഏതാക്കുമ്പോൾ വിരിപ്പം അന്ത പൊരി എടുത്ത് പണ്ണല. ഇത് നന്നാ തണുത്തതിന് പിറക് എയർ ടൈറ്റാன പാത്രത്തിൽ പോട്ട് നമുക്ക് സ്റ്റോർ പണി വയ്ക്കുകയും ചെയ്യല.
இது கரெக்டாக உதிராக கிடச்சிருக்கு. ലാസ്റ്റ് പൊടിയും അധികം വന്നിട്ടില്ല, ശർക്കരയും ഒരുപാട് ബാക്കി വന്നിട്ടില്ല. இந்த രീതിയിലും എല്ലാവരും തയ്യാർ പണി പാരുങ്കോ. നമ്മൾ നൈവേദ്യം വയ്ക്കപ്പെട്ട അടുത്ത ഐറ്റം ചൊല്ലരുത് അടദോശയാക്ക്. അടദോശയ്ക്ക് 1 ഗ്ലാസ് പച്ചരിശയും 1 ഗ്ലാസ് പുഴുങ്ങലരിശയും എടുത്തിരിക്കാൻ. അത് 1/2 ഗ്ലാസ് തൊമരപ്പരിപ്പും 1/2 ഗ്ലാസ് കറുത്ത ഉഴുന്താക്കും എടുത്തിരിക്കാൻ. ഇതില്ലാട്ടന്നെ തൊലി കളഞ്ഞ ഉഴുന്നും എടുക്കില്ല. കൂടെ 1 കഷ്ണം കട്ടക്കായവും എരിവുക്കേത്ത കാഞ്ച മുളകയും ആക്കും. ആദ്യം അരിശി 2 വകയാണ് അരിശി, അത് 4 മണിക്കൂർ ഉമിഴ്ത്തി വെക്കല. അന്ത സമയത്തിൽ കട്ടക്കായവും കൂടെ കൊഞ്ചം ജലം വിട്ട് ഇതുപോലെ ഉമിഴർത്തുക്ക് വെക്കല. അപ്പോൾ അരച്ച് വരുമ്പോൾ കറക്റ്റ് അതും ഉതിർന്നിരിക്കും. ഇനി അരിശിയിൽ ഉഴുന്നുപരിപ്പും തുമരപ്പരിപ്പും പോട്ട് അപ്പം തന്നെ നന്നായി അലമ്പി എടുത്ത് അരച്ചുടണം. അത് ഉമിഴേണ്ട ആവശ്യമില്ല. എരിവുക്ക് എത്ര മുളക് വേണമോ കാഞ്ചമുളക് അന്ത മുളക് പോട്ടുങ്കോ. ഓരോരോ ഇടത്തിലെ മുളക് എരിവ് കൂടുതലും കുറവുമായിരിക്കും. സോ എത്ര എരിവ് വേണമോ അതനുസരിച്ച് കാഞ്ചമുളക് പോട്ട് നമ്മൾ അലമ്പി വെച്ചിരിക്കപ്പെട്ട അരിശിയിലേന്ത് ഓരോരോ ബാച്ച് നമുക്ക് അരച്ചെടുക്കുമ്പോൾ കൊഞ്ചം കട്ടിயாக നമുക്ക് അരച്ചെടുക്കല. അത് കൊഞ്ചം തരിതരിപ്പാக ഇരിക്കുകയും ചെയ്യും. ரொம்ப സ്മൂത്താണ് അരച്ചെടുക്കണ്ട, കൊഞ്ചം തരിതരിപ്പാக അരച്ചെടുത്താൽ പോരും. എത്ര ജലം കുറച്ച് വിടാൻ പറ്റുമോ അത്രയും ജലം കുറച്ച് വിട്ട് അരച്ചെടുക്കരുത്. കറക്റ്റ് മണം കിടக்கிறதுக்கு ഒരു ലാസ്റ്റ് ബാച്ചിൽ കൊഞ്ചം കരിവേപ്പിലയെ പോട്ട് ഒന്ന് കറക്കി എടുത്തിരിക്കുക. അപ്പോൾ കുഴന്തകളാനാലും കരിവേപ്പില എടുത്ത് കളയ മാട്ട. അതിൽ തേവയ്ക്കേത്ത ഉപ്പ് പോട്ട് നന്നായി മിക്സ് പണി ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കറേ. ഇതിപ്പോൾ മാറ്റി വെക്കണം എന്ന് തേവയില്ലേ, നമുക്കിപ്പോൾ തന്നെ ദോശയ്ക്ക് റെഡിയാക്കി എടുക്കില്ല. ഇപ്പോൾ 1/2 മണിക്കൂർ മാറ്റി വെക്കുന്നത് കൊണ്ട് അതൊന്ന് കട്ടിயாக കിടക്കും മാവ് എല്ലാം ചേർന്ന്. അതിൽ இந்த மாவோட பருவம் இப்போ கொஞ்சம் மாவு கொஞ்சம் கட்டியாக வந்திருக்கு. அதில் எത്രയാക്കുമോ ജലം ആഡ് பண்ணേണ്ടത് അത് இந்த കായവെള്ളത്തെ വിട്ട് തന്നെ അഡ്ജസ്റ്റ് பண்ணி എടുக்கலாம். அதுக்காக மாவு கொஞ்சம் கட்டியாக அரைச்செடுத்தது. இந்த காயவெள்ளம் சின்ன கஷ்ணம் தான் எடுத்திருக்கோம். അപ്പോൾ അത് കായം കൂടാതെ കറക്റ്റാக അതിൽ നല്ല മണமாக ഇരിക്കുകയും ചെയ്യും. എത്ര വെള്ളം വേണമോ இந்த കായത്തിൽ இப்படி വെള്ളത്തെ വിട്ട് നമുക്ക് മാവോടെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. അതാക്കും അരയ്ക്കുമ്പം കൊഞ്ചം കട്ടിயாக അരച്ചെടുക്കുമെന്ന് ചൊന്നത്. ഇതുപോലെ പണിനന്നെ നല്ല വാസനയാണ്, നന്നായിരിക്കും അടദോശ. ഇതെന്നോട് പാട്ടിയോടെ റെസിപ്പിയാക്കും. ഇതുപോലെ എത്ര മാവ് ലൂസാக വരുതോ അതുപോലെ കായവെള്ളം വിട്ട് നമുക്ക് അഡ്ജസ്റ്റ് പണി എടുക്കണം. ലാസ്റ്റ് ഇതുപോലെ ബാക്കി ഇരിക്കപ്പെട്ട കരിവേപ്പില കയ്യെ വെച്ച് ഇതുപോലെ മുറിച്ച് പോട്ടിട്ടാൽ നല്ല വാസനയായിരിക്കും. ഇത് കരിവേപ്പില എത്ര വേണം എന്നുള്ളത് അവൾക്ക് എത്രയാക്കുമോ തേവ അതനുസരിച്ച് കൂട്ടവോ കുറയ്ക്കവോ ചെയ്തുകൊണ്ട് ഇതുപോലെ നന്നായി മിക്സ് പണി നമുക്ക് ദോശ വാക്കില്ല. ഇതിപ്പം തിന്നാക്കും പണ്ണറ്. ഇപ്പം തിക്ക അടദോശ വേണം എന്നുണ്ടാകുന്ന ഇത്ര ലേശ പരത്തണ്ട, കൊഞ്ചം കട്ടിயாக പരത്തി എടുത്തിട്ടാൽ പോരും. இது கொஞ்சம் லேசாக கிறிஸ்பியாக எடுக்கிறதுக்காக இது போல் பண்ணுறேன். இந்த விடப்பட்ட எண்ணெய் தேங்காய் எண்ணெயும் நல்லெண்ணெயுமா மிக்ஸ் பண்ணியாக்கும் எடுத்திருக்கேன். அது நல்ல வாசனையாக இருக்கும். இதை திருப்பி போட்டுட்டு தோசையோட அந்த ஆப்பையை வச்சு இது போல் நல்லா ப்ரெஸ் பண்ணி கொடுத்தான்னா நல்லா தின்னாக கிறிஸ்பியாக எடுக்கலாம். இது ஆദ്യത്തെ വെർഷൻ ചിലത് കൊഞ്ചം സോഫ്റ്റാக എടുത്തിരിക്കുക. ക്രിസ്പിயாக വേണം എന്നുള്ളവ കൊഞ്ചം കൂടെ കളറാവുന്നത് വരെ ഒരിപ്പിച്ചെടുക്കില്ല. അടുത്ത ദോശ കൊഞ്ചം കൂടെ ക്രിസ്പിயாக പണി കാണിച്ചു തരാം. ഇതുപോലെ ലേശ இந்த മാവ് വെച്ച് പണിയെടുക്കാൻ പറ്റും. കട്ടിയ ചിലവാൾക്ക് കട്ടി അടദോശ താൻ പിടിക്കും. അതാക്കുമ്പോൾ ഇത്രയും പെരിയ ലേശ അത് പരത്തണ്ട, കൊഞ്ചം കട്ടിயாக വെച്ചിട്ട് പണിയെടുത്തിട്ടാൽ പോരും. திருப்பி போட்டு இந்த ஆப்பையை வச்சு இதுபோல் நல்லா ப்ரெஸ் பண்ணினாங்கன்னா നല്ല ക്രിസ്പിயாக അടദോശ നമുക്ക് கிடைக்கும். இந்த அடதோசை பண்ணுമ്പോൾ கொஞ்சம் கூடுதல் எண்ணெய் விட்டான்னா ரொம்ப டேஸ்டியாக இருக்கும். எண்ணெயெல்லாம் அவளுக்கு விருப்பத்துக்கு அனுசரித்து விட்டுங்க. இது நல்ல கலராக கொஞ்சம் கூட கிறிஸ்பியாக நம்ம பண்ணி எடுத்திருக்கேன்.
നൈവേദ്യத்துக்கு வைக்கும்பம் வெல்லம் கூட வச்சு നമുക്ക് നൈവേദ്യத்துக்கு வைக்கலாம். அப்படி കാർത്തികയ്ക്ക് നമ്മൾ ചെയ്യപ്പെട്ട 3 നൈവേദ്യങ്ങൾ കറുപ്പ് ഉഴുന്ന് പോട്ട അടദോശ, ഉണ്ണിയപ്പം, കൂടെ ഉതിരുതിരാന നെൽപ്പൊരി. എല്ലാവരും இந்த രീതിയിൽ കാർത്തികയ്ക്ക് നൈവേദ്യം பண்ணி பாருங்க. வீடியோ பிடிச்சதானா லைக் பண்ணுங்க, ஷேர் பண்ணுங்க, சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க.